കൂട്ടുകാർക്ക് നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് മാമ്പഴത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്ക് നേരെ ബാലന്റെ ഗോമതിയുടെ ഇന്നത്തെ നല്ലൊരു വിശേഷം കണ്ടാലോ. അങ്ങനെ ഇന്നത്തെ വിശേഷത്തില് ആനന്ദ് രാവിലെ തന്നെ റെഡിയാവുകയാണ്. ആ കാഴ്ച കണ്ടോണ്ടാണ് ധർമ്മൻ അങ്ങോട്ട് വരുന്നേ. ധർമ്മം വന്നിരിച്ചു, അല്ല നീ എന്താണ് രാവിലെ തന്നെ ഒരുങ്ങി നിക്കണെന്ന് ചോദിക്കുക. ഇത് കേട്ടോണ്ട് ആകാശും ആനും കൂടെ ഇങ്ങോട്ട് വന്നു. അല്ലേലും അത് ശരിയാണല്ലോ, ഏട്ടന് എങ്ങോട്ട് പോകാൻ എത്ര രാവിലെ ഒരുങ്ങിയിരിക്കുന്നേ? അല്ല അത് പിന്നെ ഇന്നാണല്ലോ പെൺവീട് കാണാനായിട്ട് പോന്നേ, അപ്പൊ അതിനുവേണ്ടി ഞാൻ റെഡിയായതാന്ന് പറയാം. നേരം വെളുത്തു വന്നില്ലടാ, അതിനു മുമ്പ് അവൻ ഒരുങ്ങി കിട്ടിയിരിക്കുന്നുണ്ട്. കൊള്ളാലോ നീ ആള് തരക്കേടില്ലല്ലോ എന്ന് പറയാം. ഇത് കേട്ടോണ്ടാണ് ഇങ്ങോട്ട് മീനാക്ഷി വരുന്നത്. അല്ല എന്ത് പറ്റിയെന്ന് ചോദിക്കാം. ഇങ്ങ് നോക്കിയേ, ഇതേ ആനന്ദ് രാവിലെ തന്നെ ഒരുങ്ങിയിരിക്കുമെന്ന് പറയണം. ഓ അതിനാണ് ആനന്ദേണ്ണ എല്ലാരും കൂടെ കളിയാക്കണേ. അതെ ആനന്ദേണ്ണ ഇന്നും കാര്യമൊക്കെ എടുക്കണ്ട കേട്ടോ, ഇവർക്കെല്ലാവർക്കും അസൂയ. എന്താന്നറിയാവോ, ഈ പറയുന്ന ആകാശിനാണ് ഇങ്ങനെ ഒരു ചാൻസ് കിട്ടിയിട്ടില്ല. കാരണം എന്നെ പെണ്ണ് കാണാൻ വന്നൊന്നുമില്ല. പിന്നെ ആര്യന് അവനും കിട്ടിയിട്ടില്ല. പിന്നെ ധർമ്മമാമനാണ് പറയാൻ വേണ്ട, കല്യാണം ഇതുവരെയായിട്ട് ആയിട്ടും കൂടി ഇല്ല. അപ്പൊ അതിന്റെ ഒരു അസൂയാന്നേ പെണ്ണ് കാണാൻ പോകുന്നതിന്റെ. ഇതൊന്നും കാര്യമായിട്ട് എടുക്കണം എന്ന് പറയണം. ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ബാലൻ വന്നിട്ട് ആഹാ നിങ്ങൾ ആരും ഇതിലായിട്ട് റെഡിയായില്ലേന്ന് ചോദിക്കും. ഇതേ ഇപ്പൊ റെഡിയാ വെച്ചാന്ന് പറയണം. എന്നാ ശരി പെട്ടെന്ന് പോയി റെഡിയാവാൻ പറയണം. ഈ സമയം ധർമ്മം പറഞ്ഞു, ഓ എന്റെ ദൈവമേ എനിക്ക് ഇപ്പോഴും ഒരു സമാധാനമായത്, ഇനി എല്ലാരും പോയി റെഡിയായിട്ട് പോരെന്ന് പറയണം. അങ്ങനെ എല്ലാരും റെഡിയാവാൻ പോവാണ്. ഈ സമയത്ത് മിത്രയുടെ ഫോണിലേക്ക് ഒരു കോള് വരുന്നേ. മിത്ര കോൾ എടുത്ത് നോക്കിയാൽ മിഥുനെ വിളിക്കണേ. എന്താ മിഥുനെ, എന്താന്ന് ചോദിക്കണം. അതെ എനിക്ക് നിന്നെ അത്യാവശ്യമായിട്ടൊന്ന് കാണണം. എന്താ കാര്യം? ആ നേരിട്ട് കണ്ട് സംസാരിക്കാനുള്ള, നീ ആ കെ മാളിന്റെ അങ്ങോട്ട് വരാൻ പറയണം. മിത്ര അതെ അച്ഛൻ വരാറായി, എനിക്കിപ്പോ ഇവിടുന്ന് ഇറങ്ങാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. അതൊന്നും എനിക്കറിയേണ്ട ആവശ്യമില്ല, എനിക്കിപ്പം നിന്നെ കാണണമെന്ന് പറയാം. മിത്ര ആകപ്പാടെ പെട്ടു. ശരി ഞാൻ നോക്കട്ടെ എന്ന് പറയണം. അങ്ങനെ മിത്ര രണ്ടും കളിപ്പിച്ച് താഴേക്ക് ഇറങ്ങി ചെല്ലുമ്പോ അവിടെ നന്ദിത ഇരിപ്പുണ്ടായിരുന്നു. നീ എങ്ങോട്ടാ മോളെ പോന്നെ? അതെന്റെ ഒരു ഫ്രണ്ടിനെ കാണാനുണ്ടായിരുന്നു. ഈ സമയം രാജേഷിയും കൂടെ അങ്ങോട്ട് വന്നു. അല്ല മോളെ നീ ഈ സമയത്ത് പുറത്തു പോകാനോ? എന്താ എനിക്ക് കുഴപ്പം? അതെ കല്യാണമൊക്കെ ഉറപ്പിച്ചിരിക്കുന്ന, ഇനി അധികം ദിവസമില്ല കല്യാണത്തിന്. അപ്പൊ നീ ഇങ്ങനെ പുറത്തിയാണ്ട് നടന്നിട്ട് കാര്യമില്ലെന്ന് പറയാ. ഈ സമയം മുത്തശ്ശിയും കൂടെ അങ്ങോട്ട് വന്നു. ശരിയാ അമ്മ പറഞ്ഞു, ശരിയാ മോളെ നീ അമ്മ പറയുന്ന അനുസരിക്കാൻ പറയാണ്. ഇത് കേട്ടോ മിത്ര പറഞ്ഞു, ഞാൻ എന്തിനാ അതൊക്കെ അനുസരിക്കണേ? കല്യാണം ഉറപ്പിച്ചെന്നോർത്ത് എനിക്ക് പുറത്തു പോയാൽ എന്താ കുഴപ്പം? എന്നെ ആരെങ്കിലും പിടിച്ച് വിഴുങ്ങുമെന്ന് ചോദിക്കും. മുത്തശ്ശി പറഞ്ഞു, അതുകൊണ്ടല്ല മോളെ പുറത്തു പോകണ്ടെന്ന് പറഞ്ഞേ. കല്യാണ സമയത്ത് പുറത്തു പോയിട്ട് ചിലപ്പോൾ വല്ല പനി പിടിക്കോ അല്ലെങ്കിൽ ചിലപ്പോൾ വല്ലയിടത്ത് വീണ് കയ്യോ കാലും ഉളുക്കുകയോ ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ കല്യാണത്തിന് തടസ്സമാവൂലേ? അതുകൊണ്ടാണ് പണ്ടുള്ള കാരണവന്മാര് കല്യാണം ഉറപ്പിച്ച പെൺകുട്ടികള് അധികം പുറത്ത് കറങ്ങി അടിക്കില്ലെന്ന് പറയണേ. ഇപ്പൊ മനസ്സിലായെന്ന് ചോദിക്കുക. ദേ എനിക്കതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല, എനിക്ക് പുറത്തു പോകണമെന്ന് പറയാം. അപ്പോഴാണ് അലോകം കൂടി വരുന്നത്. എന്താ ഇവിടെ ഒച്ചപ്പാടും വേണമെന്ന് ചോദിക്കുക. ഈ സമയം രാജേഷ് പറഞ്ഞു, അതെ ഇവൾക്കിപ്പൊ പുറത്തു പോകണമെന്നോ? നീ എന്തിനാ ഇത്ര പുറത്തു പോന്നെ? എന്റെ ഒരു ഫ്രണ്ടിനെ കാണാനാ. നീ ഇങ്ങനെ ഇപ്പൊ ഒരു ഫ്രണ്ടിനെ കാണാൻ പുറത്തു പോകണമെന്ന് പറയാം. ഇത് കേട്ടത് പറഞ്ഞു, അതെന്താ ഞാൻ എന്താ ഇവിടെ തടങ്കലിലാണോ? കല്യാണം ഉറപ്പിച്ചെന്ന് പറഞ്ഞ് എനിക്കെന്താ ഒരു സ്വാതന്ത്ര്യം ഇല്ലേന്ന് ചോദിക്കും. അതെ അതൊക്കെ കല്യാണത്തിന് ശേഷം, ഇപ്പൊ നീ ഒരിടത്തേക്കും പോകുന്നില്ലെന്ന് പറയണം. ദേഷ്യപ്പെട്ട് ചാടിത്തുള്ളി മിത്ര അങ്ങോട്ട് കയറി പോവാ. ഈ സമയം രാജേഷ് പറഞ്ഞു, ഇവൾക്ക് ഇത് എന്ത് പറ്റിയെന്ന് ചോദിക്കുക. നന്ദിത പറഞ്ഞു, എനിക്കറിയില്ല, കല്യാണം ഉറപ്പിച്ചെന്ന് അറിഞ്ഞപ്പോ തൊട്ട് ഇവിടെ ഈ തുള്ളിച്ചാട്ടം വന്നോടെ. മുത്തശ്ശി നിങ്ങളതൊന്നും കാര്യാക്കണ്ട, അതൊക്കെ പതുക്കെ അങ്ങോട്ട് മാറിക്കോളും, കല്യാണം ഒന്ന് കഴിഞ്ഞോട്ടെ എന്ന് പറയാം. ഈ സമയം മുറിക്കകത്ത് എന്നിട്ട് മിത്രയ്ക്ക് ഭ്രാന്ത് പിടിച്ചു. മിത്ര മിഥുനെ വിളിക്കുകയാണ്. മിഥുനെ വിളിച്ചിട്ട് പറഞ്ഞു, മിഥുനെ ഇന്ന് കാണാൻ പറ്റില്ല, 2 ദിവസം കഴിഞ്ഞിട്ടാട്ടെ കാണാന്ന് പറയാം. ഓഹോ അപ്പൊ നീ എന്നെ മനഃപൂർവ്വം പറ്റിക്കുമല്ലേന്ന് ചോദിക്കും. പറ്റിച്ചല്ല മിഥുനെ, കാരണം ഇവിടെ എന്നെ പുറത്തു വിടാനായിട്ട് സമ്മതിക്കുന്നില്ല ഇവര്. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം മിത്രേ, നീ വന്നില്ലെങ്കിൽ ഉണ്ടല്ലോ ഞാനും ചാവും നീയും ചാവും, നമ്മൾ 2 പേരും ചാവുള്ളൂ. നിന്നെ കൊന്ന് ഞാനങ്ങ് തീരുവോളെന്ന് പറയാം. എന്താ ഇങ്ങനെയൊക്കെ പറയണേ? അതറിയാലോ, ഞാൻ പറഞ്ഞൊരു കാര്യം കാരണം സാധനം നിനക്ക് എന്താണെന്നറിയാലോ, ഞാൻ ജീവിതത്തിൽ നിന്നെ മാത്രം സ്നേഹിച്ചിട്ടുള്ളൂ, അതുകൊണ്ടാന്ന് പറഞ്ഞ് മിഥുൻ വലിയ ഡയലോഗൊക്കെ മിത്രയോട് അടിച്ചു വിടുകയാണ്. മിത്ര അതെല്ലാം പാവം വിശ്വസിച്ചു. അതെ 2 ദിവസത്തിനുള്ള കാണണം എന്ന് പറയാം. ശരിയെന്ന് പറഞ്ഞിട്ട് കോള് കട്ട് ചെയ്യാണ്. പിന്നീട് എല്ലാരും കൂടെ പോകാനായിട്ട് ഇറങ്ങുവാണ് ദേവമംഗലത്ത്, ആനന്ദിനെ വിവാഹം ഉറപ്പിക്കാനായിട്ട്. അങ്ങനെ ഇറങ്ങുന്ന സമയത്ത് ഗോമതി ഒരു മിറ്റെന്ന് പറഞ്ഞിട്ട് പൂജാമുറിയിലേക്ക് ചെല്ലുക. അവിടെ ചെന്ന് പ്രാർത്ഥിക്കുകയാണ്. അന്ന് നമുക്ക് ഇറങ്ങാന്ന് പറഞ്ഞുകൊണ്ട് എല്ലാരും കാറിന്റെ അടുത്തേക്ക് വരിക. അപ്പൊ ഒരു ടാക്സി ഒക്കെ വിളിച്ചിട്ടുണ്ടായിരുന്നു ബാലൻ പോവാനായിട്ട്. അങ്ങനെ ടാക്സി ഒന്ന് വെയിറ്റ് ചെയ്ത് നിൽക്കുമായിരുന്നു. ആ സമയത്താണ് ബാലിന്റെ ഫോണും ബെല്ലടിക്കുന്നത്. നോക്കിയപ്പോഴത്തേനും ബ്രോക്കർ അല്ല വിളിക്കുന്നത്. ബ്രോക്കറാണല്ലോ വിളിക്കുന്നത്. നമ്മൾ എത്തിയോന്ന് ചോദിക്കാൻ വേണ്ടിയിട്ടായിരിക്കും. കോൾ എടുത്തു. എന്താ അല്ലേന്ന് ചോദിക്കും. അതെ വല്ലേട്ടാ നിങ്ങൾ ഇറങ്ങിയെന്ന് ചോദിക്കില്ല, ഇറങ്ങാൻ തുടങ്ങുമായിരുന്നു, കാറിൽ കയറാൻ തുടങ്ങുമായിരുന്നു പറയും. അതെ അന്ന് ഇപ്പൊ വരണ്ടാന്ന് പറയും. അതെന്താ? അല്ല പെണ്ണിന്റെ അച്ഛനൊരു മനമാറ്റം, അവർക്ക് ഈ ബന്ധത്തിന് താല്പര്യമില്ല പോലും. അതെന്താ അങ്ങനെ പെട്ടെന്ന് ഇങ്ങനെ പറയാനുണ്ട്? പെട്ടെന്ന് ബാലൻ അവിടെ നിന്ന് കൂടെ മാറി നിന്നു. അതെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അതെ മൂത്തൊരാളുണ്ടെന്ന് അറിയത്തില്ലായിരുന്നു. ആകാശിന് വേണ്ടി ആലോചിക്കുന്നതെന്ന് കരുതി അവര് പറഞ്ഞത്. പക്ഷേങ്കിൽ ആകാശിന് മൂത്തൊരാളുണ്ടെന്ന് അവർക്ക് അറിയില്ലായിരുന്നു. അതുകൊണ്ട് അവർക്ക് ഈ ബന്ധം വേണ്ടെന്ന്. ഇനിയിപ്പൊ അനിയനെ ആണെങ്കിൽ ആലോചിക്കാന്ന് പറഞ്ഞു.
അതാന്ന് പറയാ. പെട്ടെന്ന് ബാലന് എന്ത് ചെയ്യണമെന്ന് അറിയില്ല. ബാലൻ ഒന്നും മിണ്ടാന്ന് ഫോൺ അങ്ങോട്ട് കട്ട് ചെയ്യുവാണ്. പെട്ടെന്ന് ഗോമതി എന്താ ബാലേട്ട, ആരാ വിളിച്ചേ? ഒന്നുമില്ല, നമുക്കേ വൈകുന്നേരം പോകാന്ന് പറയാം. വൈകുന്നേരം ചെല്ലാനായിട്ട് പെണ്ണിന്റെ വീട്ടുകാർ പറഞ്ഞു. അതെന്താ വൈകുന്നേരം? ഇത് കേട്ടൻ ബാലൻ പറഞ്ഞു, അല്ല അവർക്ക് എന്തോ അസൗകര്യമുണ്ട്, അവർക്ക് എന്തോ ഈ യാത്രയുണ്ടെന്ന് പറഞ്ഞു. ഇത് കേട്ടതും ആനന്ദ് പറഞ്ഞു, ഇതേ അച്ഛാ ഒരു കാര്യം ചെയ്യാം, അവര് പറഞ്ഞ വാക്കിന് വിലയില്ലാത്തവരാ, അല്ലെങ്കിൽ നമ്മൾ ചെല്ലുവാന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോ അവർ ഈ യാത്ര ഒഴിവാക്കേണ്ടല്ലായിരുന്നോ, അവർക്ക് എന്തോ താല്പര്യം ഇല്ലാത്തപോലെ എനിക്ക് തോന്നുന്നെന്ന് പറയാം. പെട്ടെന്ന് ബാലൻ മറുപടി ഒന്നും പറയാതെ അകത്തേക്ക് കയറി പോവാം. ഈ സമയം ബാക്കി എല്ലാവരും കൂടെ അങ്ങോട്ട് ചെന്നു. എന്താ എന്താ ബാലേട്ടാ, ബാലേട്ടൻ എന്തെങ്കിലും മറച്ചു വെക്കുന്നുണ്ടോ ഗോമതി ചോദിക്കുക. ഇല്ല, ഞാനൊന്നും മറച്ചു വെക്കുന്നില്ല, സത്യം പറ, അച്ഛന്റെ മനസ്സിൽ എന്തോ ഒരു പ്രശ്നം ഉണ്ടല്ലോ എന്ന് പറഞ്ഞ് ആനന്ദ് അരിയിലേക്ക് വരിക. എന്താണെങ്കിലും തുറന്നു പറഞ്ഞോ, എപ്പോഴാണെങ്കിലും ഞങ്ങൾ ഇതൊക്കെ അറിയും. അച്ഛൻ മനസ്സിലിട്ട് ഇങ്ങനെ ഇത് കൊണ്ടു നടക്കേണ്ട കാര്യമില്ല. അവരെന്താ കല്യാണത്തിന് പിന്മാറുവോ മറ്റോ ചെയ്തോന്ന് ചോദിക്കുക. ഇത് കേട്ടുകഴിഞ്ഞപ്പത്തേനും ബാലൻ പിന്നെ സത്യം തുറന്നു പറഞ്ഞു, അവർക്കിപ്പോ ഈ വിവാഹം വേണ്ടെന്നോ? അതെന്താ അങ്ങനെ പറഞ്ഞേ? അവര് വിചാരിച്ചുകൊണ്ടിരുന്നേ ആകാശിന് വേണ്ടിയിട്ടാണ് ഈ കല്യാണം ഉറപ്പിച്ചേ. പക്ഷെ ആകാശിന് മൂത്ത ഒരാളുണ്ടെന്ന് അവർക്കറിയില്ലായിരുന്നു. അതുകൊണ്ട് ഈ വിവാഹം വേണ്ടെന്ന് പറഞ്ഞു. അല്ല, മനുഷ്യന്മാരുടെ കാര്യമല്ലേ, അവർക്ക് അവരുടെ മോളുടെ കാര്യത്തിൽ തീരുമാനം എടുക്കാലോ. അവർക്ക് അവരുടേതായ തീരുമാനങ്ങളുണ്ട്, അത് നമ്മൾ അംഗീകരിച്ചല്ലേ പറ്റുള്ളൂ എന്നും ബാലൻ പറയുകയാണ്. ഇത് കേട്ടതും എല്ലാവർക്കും വല്ലാത്ത സങ്കടമായിപ്പോയി. ഹന്ത് പറഞ്ഞു, ഇതാണ് കാര്യം, ഇതിനാണോ അച്ഛൻ ഇത്ര സങ്കടപ്പെടേണ്ട കാര്യമൊന്നുമില്ല അച്ഛാ. അത് പോവാണെ പോട്ടെ, നമുക്ക് വേറെ കല്യാണാലോചനയൊക്കെ വരുമല്ലോ. അല്ലെങ്കിൽ എനിക്ക് വിഷമമൊന്നുമില്ല, എനിക്ക് നിങ്ങളുടെ കാര്യത്തിലെ വിഷമമുള്ളൂ. എല്ലാരും ഒരുങ്ങി ഇറങ്ങിയല്ലോ എന്ന് ഓർത്തിട്ട് പെട്ടെന്ന് അറം പറഞ്ഞു, എന്ത് പരിപാടി അങ്ങേര് കാണിച്ചേ? അങ്ങേർക്ക് ഇങ്ങനെയാണ് നേരത്തെ അത് പറയാൻ പറ്റായിരുന്നോ? കൃത്യ മുഹൂർത്തത്തിലാണോ ഇതിനെക്കുറിച്ചൊക്കെ പറയണേന്ന് ചോദിക്കുക. ഗോമതി പറഞ്ഞു, എന്നാലും അവര് കാണിച്ചത്ര മോശമായ പരിപാടിയെപ്പോയി. കൃത്യം നമ്മൾ ഇറങ്ങാൻ സമയത്താണ് ഇതൊക്കെ വിളിച്ചു പറയണേ. അവർക്ക് ഇഷ്ടമില്ലെങ്കിൽ ആദ്യ ആലോചനയായിട്ട് അവരിങ്ങോട്ടല്ലേ വന്നത്, അവർക്ക് പറയാൻ മേലായിരുന്നു ചോദിക്കുക. ബാലനൊന്നും മിണ്ടിയില്ല. ഈ സമയത്ത് മീനാക്ഷി അങ്ങനെ ഇരുന്ന് ബാലനോട് ചോദിച്ചു, അല്ലച്ചാ അവരുടെ ആരുടെയും നമ്പർ ഉണ്ടോന്ന് ചോദിക്കും. അച്ഛൻ്റെ കയ്യില് നമ്പർ ഉണ്ട്, അത് ഇങ്ങോട്ട് തരാൻ പറയാണ്. എന്താ? അല്ല, എന്റെ ഓഫീസിൽ ആർക്കെങ്കിലും എന്തെങ്കിലും കല്യാണമായിട്ട് മുന്നോട്ട് വരുവാണെങ്കിലേ അവർക്ക് ഈ പെൺകുട്ടീനെ നമ്പർ കൊടുക്കാമല്ലോ എന്ന് പറയാണ് വീട്ടുകാരുടെ. പെട്ടെന്ന് ബാലൻ നമ്പർ കൊടുത്തു. ഇത് ആരുടെ നമ്പരാന്ന് പറഞ്ഞ്? സച്ചിദാനന്ദൻ, പെൺകുട്ടിയുടെ അച്ഛൻ്റെ നമ്പരാന്ന്. ഓ, പെട്ടെന്ന് മീനാക്ഷി എന്ത് ചെയ്യണം, തന്റെ ഫോണിൽ നിന്ന് അങ്ങോട്ട് വിളിക്കാൻ തുടങ്ങണം. എന്താ മോളെ നീ കാണിക്കാൻ തുടങ്ങണേന്ന് ഗോമതി ചോദിക്കണം. ഞാൻ അവരെ ഒന്ന് വിളിക്കട്ടെ അമ്മേ, കാര്യങ്ങളൊക്കെ സംസാരിക്കണമല്ലോ എന്ന് പറയണം. പിന്നീട് മീനാക്ഷി സച്ചിദാനന്ദൻ നമ്പറിലേക്ക് വിളിക്കുകയാണ്. അങ്ങനെ കോൾ എടുത്തിട്ട് പറഞ്ഞു, ആ സച്ചിദാനന്ദൻ ആരാ സംസാരിക്കണമെന്ന് ചോദിക്കുക. അതെ, ഇന്നൊരു കൂട്ടർ നിങ്ങളുടെ വീട്ടിലേക്ക് നിങ്ങളുടെ മോളെ പെണ്ണ് കാണാൻ വരുമെന്ന് പറഞ്ഞില്ലായിരുന്നു? ആ വരൂന്ന് പറഞ്ഞു. അതെ, ആ വീട്ടിൽ നിന്നാ ഞാൻ വിളിക്കണമെന്ന് പറയാം. അതെ, ആനന്ദന്റെ അനിയന്റെ ഭാര്യ, ആകാശിന്റെ ഭാര്യ ഞാനെന്ന് പറയാണ്. നിങ്ങളിന്ന് ചെയ്ത് എന്താണെന്ന് നല്ലൊരു കാര്യമാണ്, അപ്പൊ ഒരു നന്ദി വാക്ക് പറയാൻ വേണ്ടി വിളിച്ചാന്ന് പറയാം. നിങ്ങൾ എന്തൊക്കെയാ സംസാരിക്കണമെന്ന് ചോദിക്കാം. അതെ, ഞങ്ങളുടെ ആനന്ദേനെ പോലെ നല്ലൊരു ചെറുപ്പക്കാരനെ നിങ്ങളുടെ മോൾക്ക് വിധിച്ചിട്ടില്ല, മനസ്സിലായോ? അതുകൊണ്ടല്ലേ നിങ്ങൾ ഈ വിവാഹം വേണ്ടെന്ന് വെച്ചെന്ന് ചോദിക്കുക. ഇത് ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേനും ഗോമതി ബാലനൊക്കെ ഒരു നിമിഷം ഞെട്ടിത്തിരിച്ച് ചോദിക്കുകയാണ്. അവരൊന്നും ഒരിക്കലും പ്രതീക്ഷിച്ചില്ല മീനാക്ഷി വിളിച്ച് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നുള്ളേ. ഈ സമയം ആകാശും ധർമ്മനും എല്ലാവരും മനസ്സിൽ വിചാരിച്ചു, നല്ല കാര്യം, ഇങ്ങനെ തന്നെ പറയണം മീനാക്ഷി വിളിച്ചിട്ട്. തങ്ങൾ പറയേണ്ട കാര്യം മീനാക്ഷി അടുത്ത് പറഞ്ഞിരിക്കുന്നു. ഈ സമയത്ത് മീനാക്ഷി പറഞ്ഞു, നിങ്ങൾ എന്താണ് കൃത്യസമയത്ത് തന്നെ വിളിച്ചു പറഞ്ഞു. നിനക്ക് മര്യാദ എന്നൊരു കാര്യം ഇല്ലാന്ന് മനസ്സിലായി. ഒരു മനുഷ്യനാണെങ്കിൽ അത്യാവശ്യം ഒരു വിവേകവും വിചാരവും ഒക്കെ വേണം. അതൊന്നും നിങ്ങൾക്കില്ല. അല്ലെങ്കിൽ നിങ്ങൾ ആ കൃത്യ മുഹൂർത്തം തന്നെ വിളിച്ചു പറയത്തില്ലോ. നിങ്ങൾക്ക് ഇഷ്ടമില്ലായിരുന്നു നിങ്ങൾക്ക് നേരത്തെ തന്നെ പറയായിരുന്നു. ഇപ്പൊ നിങ്ങളെ കുറിച്ചുള്ള ഏകദേശ സ്വഭാവമൊക്കെ ഞങ്ങൾക്ക് മനസ്സിലായി. പിന്നെ എന്റെ അച്ഛൻ പറഞ്ഞിട്ടുണ്ട്, അച്ഛൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഗോമതി സ്റ്റോഴ്സിന്റെ ബാലൻ, അതാണ് എന്റെ അച്ഛൻ. അച്ഛൻ പറഞ്ഞേക്കുന്ന കാര്യം എന്താണെന്നറിയോ? നിങ്ങളുടെ മകളുടെ കാര്യത്തിൽ നിങ്ങൾക്ക് തീരുമാനം എടുക്കാനുള്ള അവകാശമൊക്കെ ഉണ്ട്. പക്ഷേങ്കില് നിങ്ങൾ ഒരു കാര്യം മറന്നുപോയി. എന്റെ ആനന്ദേട്ടനെ പോലെ തന്നെ നല്ലൊരു ചെറുപ്പക്കാരൻ നിങ്ങളുടെ മക്ക് ഭാര്യയായിട്ട് കിട്ടാണ്ട് ഒരിക്കലും യോഗമില്ല. കാരണം അത്രയ്ക്ക് നല്ല ചെറുപ്പക്കാരനാ എന്റെ ആനന്ദേട്ടൻ. പക്ഷെ നിനക്ക് വിധിച്ചിട്ടില്ല, അത്ര മാത്രം എനിക്ക് പറയാനുള്ളൂ. പിന്നെ ഒരു കാര്യം കൂടെ പറഞ്ഞേക്കാം, നിങ്ങളുടെ മോളെ നിങ്ങൾ ആർക്ക് വെള്ളം കെട്ടിച്ചു കൊടുക്കോ, എന്ത് വെള്ളം ചെയ്തോ, ഇനി ഈ പേരും പറഞ്ഞിട്ട് നിങ്ങൾ മേലെ ഇങ്ങോട്ട് വന്നേക്കരുതെന്ന് പറഞ്ഞിട്ട് മീനാക്ഷി അങ്ങോട്ട് കോള് കട്ട് ചെയ്യുകയാണ്. പോരാത്തന്നെ 2-3 ഡയലോഗും കൂടെ അടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. എല്ലാം കേട്ട് ഞാൻ ബാലിനും എല്ലാവർക്കും ഭയങ്കര സന്തോഷമായി. പെട്ടെന്ന് അനുസരി വന്നിട്ട് പറഞ്ഞു, കൊള്ളാം മീനാക്ഷി അടുത്തി, സൂപ്പർ ആയിട്ടുണ്ട്. ഇത് ഞങ്ങൾ സ്വപ്നത്തിൽ പോലും പ്രതീക്ഷിച്ച കാര്യമല്ലല്ലേ, അവർക്ക് കിട്ടാണ്ട് തന്നെ മീനാക്ഷി അടുത്തി കൊടുത്തിരിക്കുന്നത്. ഗോമതി വന്നിട്ട് പറഞ്ഞു, ഇപ്പൊ എനിക്ക് സന്തോഷമായി മോളെ, നിന്നെ കുറിച്ച് കുറച്ചൊരു അഭിമാനം ഉള്ളെന്ന് പറയണേ. എല്ലാവരും മീനാക്ഷിനെ വന്ന് കൺഗ്രാസ് ചെയ്യുവാണ്. ഈ സമയം ആര്യം പറഞ്ഞു, 2 പൊട്ടിക്കണമെന്ന് ഓർത്താ ഞാൻ അങ്ങോട്ട് ചെന്നിട്ട്. പക്ഷേങ്കില് മീനാക്ഷി അടുത്ത് അതിനേക്കാൾ നല്ലൊരു കാര്യം ചെയ്തേ. 2 അടി കൊടുത്തിട്ടുണ്ടെങ്കിൽ അയാൾക്ക് ഇത്രമാത്രം ഏക്കത്തില്ലായിരുന്നു. അതിനേക്കാൾ നല്ല വാചകമല്ലേ തട്ടിവിട്ടേന്ന് ചോദിക്കുക. ബാലിന് ആദ്യമായിട്ട് കണ്ണുകൾ നിറഞ്ഞു വന്നു. കാരണം എത്രമാത്രം മീനാക്ഷി ഈ കുടുംബത്തെ സ്നേഹിക്കുന്നുണ്ട്, അല്ലെങ്കിൽ തന്നെ സ്നേഹിക്കുന്നുണ്ടൊരു ചിന്ത ബാലിന്റെ ഉള്ളിലേക്ക് ഉണ്ടാവുകയാണ്. ബാലിന് ആ തിരിച്ചറിവ് ഉണ്ടാവുകയാണ്. പിന്നീട് കാണിക്കുന്ന ആനന്ദ് ഇങ്ങനെ സങ്കടപ്പെട്ട് മുറ്റത്തേക്കാണ് സമയത്താണ് ബാലൻ അങ്ങോട്ട് വരുന്നത്. ബാലൻ മുന്നിൽ ചോദിച്ചു,
അല്ല മോനെ നീ എന്താ ഇങ്ങനെ വിഷമിച്ചിരിക്കുന്നത്? നിന്റെ കല്യാണം മാറിപ്പോയാൽ നിനക്ക് സങ്കടം ഉണ്ടോന്ന് ചോദിക്കും. എനിക്ക് എന്ത് സങ്കടം വെച്ചാ, എനിക്കൊരു സങ്കടം ഇല്ലെന്ന് പറയാം. അതെ, നീ സങ്കടപ്പെടുവൊന്നും വേണ്ട കേട്ടോ. ഇതിനേക്കാൾ നല്ലൊരു ബന്ധം മോൻ അച്ഛൻ കൊണ്ടേ തരുമെന്ന് പറയാം. എനിക്കതൊന്നും കുഴപ്പമില്ല. ഇപ്പൊ തന്നെ ആകാശിന്റെ കല്യാണം കഴിഞ്ഞില്ലേ? ആകാശ് മീനാക്ഷി സന്തോഷത്തോടെ ജീവിച്ചാൽ മതി. മീനാക്ഷി എന്തായാലും ഈ കുടുംബത്തിലേക്ക് വരേണ്ട മരുമോള് തന്നെയല്ലേ അച്ഛാ? കാരണം എന്റെ സങ്കടങ്ങളൊക്കെ ഒഴിച്ചുപോയി. കാരണം മീനാക്ഷി അത്ര നല്ല കാര്യങ്ങളല്ലേ നമ്മുടെ കുടുംബത്തെ പറ്റി പറഞ്ഞെന്ന് വെക്കാം. ഇത് കേട്ടതും ബാലമൻ ശരിയാ, നീ പറഞ്ഞ കാര്യം 100% സത്യ. പക്ഷെ നീ അതോർത്ത് വിഷമിക്കൊന്നും വേണ്ട കേട്ടോ. നിന്റെ കല്യാണം ഇനി നടന്നില്ലല്ലോ എന്ന് ഓർത്തുണ്ട് നല്ലൊരു ബന്ധം നിനക്ക് വരുമെന്നേ. എനിക്ക് വിഷമം നിങ്ങളൊക്കെ സങ്കടപ്പെട്ടല്ലോ എന്ന് ഓർത്തിട്ടാ. നിങ്ങളുടെ വേദന എനിക്ക് ഏറ്റവും വലിയ വിഷമം എന്ന് പറയാം. ബാലൻ അങ്ങനെ ആനന്ദിനെ ആശ്വസിപ്പിച്ചിട്ട് അകത്തേക്ക് കയറി പോവാണ്. പിന്നീട് കാണിക്കുന്ന പിറ്റേ ദിവസം ബാലൻ കടയിലേക്ക് വരുവാണ്. ഈ സമയത്ത് രാമേട്ടൻ ചോദിച്ചു, എന്തായി കല്യാണ കാര്യങ്ങളൊക്കെ? അതൊന്നും ശരിയാകത്തില്ലെന്ന്. എന്ത് പറ്റി? അതവര് വേണ്ടാന്ന് വെച്ചു. വേണ്ടാന്ന് വെച്ചോ? എടാ ബാല, നീ അതിനെ സന്തോഷിക്കുകയോ ചെയ്യണ്ടേ. കാരണം നിന്റെ മോനെ പോലെ ഒരു നല്ലൊരു പയ്യനെ അവരുടെ മാൾക്ക് വിധിച്ചിട്ടില്ല. അത്ര തന്നെ കൂട്ടാക്കിയാൽ മതി എന്ന് പറയാ. നീ സങ്കടപ്പെടുന്ന എന്തിനാന്ന് ചോദിക്കാം. എനിക്ക് സങ്കടമൊന്നുമില്ല രാമേട്ട. അതെന്താ? കാരണം അവർക്ക് കൊടുക്കാനുള്ള കാര്യം മീനാക്ഷി നന്നായിട്ട് കൊടുത്തു. മീനാക്ഷി കൊടുത്തു? അതെ, മീനാക്ഷി അവരോട് നല്ല ചുട്ട മറുപടി തന്നെ അവർക്ക് കൊടുത്തിട്ടുണ്ട്. അപ്പൊ തന്നെ ഞങ്ങളൊരു സങ്കടത്തിലായിരുന്നു ഇരുന്നേ. പക്ഷേങ്കിൽ ആ സെക്കൻഡിൽ തന്നെ മീനാക്ഷി ആ ഒരു സിറ്റുവേഷൻ നന്നായിട്ട് കൈകാര്യം ചെയ്തു. പറയേണ്ട കാര്യങ്ങള് ഫോണിൽ വിളിച്ച് നന്നായിട്ട് പറഞ്ഞിട്ടുണ്ട്. എനിക്ക് അത് ഓർത്തുമ്പോൾ നല്ല സന്തോഷമുണ്ട്. കുടുംബത്തിലേക്ക് വരേണ്ട ഒരു മരുമോള് തന്നെ വന്നിരിക്കുന്നെന്ന് പറയാ. ഇത് കേട്ടതിന് രാമേട്ടൻ പറഞ്ഞു, ഞാൻ നിന്നോട് മുമ്പ് പറഞ്ഞിട്ടില്ല ഈ കാര്യത്തെക്കുറിച്ചൊക്കെ. എന്താണെങ്കിലും നിന്റെ കുടുംബത്തിന് ചേരുന്ന ഒരു മരുമോള് തന്നെ അവള്. നല്ല കുടുംബിനി തന്നെയാണ്. ആകാശിന് ചേരേണ്ട പെണ്ണ് തന്നെയാന്ന് പറയാം. ഇത് കേട്ട ബാലിന്റെ സന്തോഷേ. അപ്പോഴാണ് ബാലിന്റെ ഫോൺ റിങ് ചെയ്യുന്നേ. നോക്കിക്കഴിഞ്ഞപ്പോഴത്തേനും അനില വിളിക്കുന്നത്. ബ്രോക്കർ അനില കോൾ എടുത്തു. അല്ല, ബാലയുടെ കടയിലാണെന്ന് നിൽക്കുക. അതെന്താ? ആകാശ് എന്തേലും ഉണ്ടോ? ആകാശ് ഇവിടെ ഇല്ല. ധർമ്മനും ഇല്ല. അവർ ഡെലിവറി കൊടുക്കാൻ പോയേക്കെന്ന് പറയണേ. അതെ, എനിക്ക് 2 കാര്യങ്ങൾ പറയാനുണ്ട്. അതിനുവേണ്ടി വിളിച്ചേക്കെന്ന് പറയണേ. അല്ല, എന്താ കാര്യം? അല്ല, ഇത് അറിഞ്ഞു കഴിഞ്ഞിട്ട് ബാലേട്ടൻ മറ്റാരോട് ഇതിനെക്കുറിച്ച് സംസാരിക്കരുതെന്ന് പറയണേ. ഇല്ല, ഞാൻ പറയത്തില്ല. കാര്യം എന്താന്ന് പറയാം. ഒന്നാമത്തെ കാര്യം, പെണ്ണിന്റെ അച്ഛൻ സച്ചിദാനന്ദൻ വിളിച്ചിട്ട് ബാലേട്ടന് ക്ഷമ വഹിക്കാനായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. മനസ്സിലായി. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാ ഈ കല്യാണം മുടക്കിയത് ആരാന്നറിയാവോ? ഗോമതിയടുത്തിയുടെ അനിയൻ അച്യുതേട്ടനാന്ന് പറയാണ്. ഇത് കേട്ടതും ഒരു നിമിഷം ഒരു ഞെട്ടോടായത്. അച്യുതോർമ്മയുടെ കൂട്ടുകാരനാണ് ഈ പറയുന്ന സച്ചിദാനന്ദൻ. അതുകൊണ്ട് അയാൾ പറഞ്ഞിട്ടാണ് ഈ കല്യാണം മുടങ്ങിയെന്ന് പറയാം. ഇത് കേട്ടതും ഒരു നിമിഷം എന്ത് ചെയ്യണമെന്ന് അറിയില്ല ബാലൻ നിൽക്കുക. ബാലൻ അങ്ങോട്ട് കോള് കട്ട് ചെയ്തു. രാമേട്ടൻ പെട്ടെന്ന് ചോദിച്ചു, എന്താ ബാല, എന്താ പ്രശ്നം ചോദിക്കും. ഒന്നുമില്ലാന്ന് ബാലൻ പറയാണ്. ബാലന്റെ ഉള്ളി ബാലൻ കരുതി, ഒരു പക്ഷേങ്കിൽ ഇങ്ങനെയൊരു തിരിച്ചടി എനിക്കിപ്പൊ തന്നിട്ടുണ്ടെങ്കിൽ അവർക്ക് അതിന്റെ 10 ഇരട്ടിയായിട്ട് തിരിച്ചടി കിട്ടും. ഞാന് ആ മക്കളെ ശത്രുക്കളായിട്ട് ഒരിക്കലും കണ്ടിട്ടില്ല. അവരോട് ശത്രുത കാണിക്കുന്നുണ്ടെങ്കിലും ഒരിക്കലും ആ മക്കളോട് ഞാൻ ശത്രുത വെച്ചു പുലർത്തിയിട്ടില്ല. പക്ഷെ ഇന്ന് അവർ കാണിച്ച വല്ലാത്തൊരു നെറുകേടാ. ഇതിനുള്ള ശിക്ഷ അവർക്ക് കിട്ടുമെന്ന് ബാലൻ മനസ്സിൽ പറയണം. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ എന്ന് കണ്ടത്. ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചു നിർത്തുന്നു.